Assalamualaikum. Hello dear student. So today we are going to learn our new chapter in physics, that is the magnetism. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണ്? Magnetism. And in the last class we have completed our third chapter, that is force. Force എന്ന് പറയുന്നത് നമ്മുടെ third chapter നമ്മൾ എന്ത് ചെയ്തു? Complete ചെയ്തു അല്ലേ? So today we are going to learn the very fourth lesson, that is the magnetism. So have you heard about magnets? അതെന്തൊരു ചോദ്യമല്ലേ, മാഗ്നറ്റ്സിനെ കുറിച്ച് കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ട്? അല്ലെങ്കിൽ നമ്മൾ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് ഇൻസ്റ്റൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ അല്ലേ, നമുക്കറിയാമല്ലോ. അപ്പം മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു എന്നറിയാം അല്ലേ. മാഗ്നറ്റ്സ് പരസ്പരം എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു എന്നറിയാം. മാഗ്നറ്റ്സ് അട്രാക്ട്സ് ഈച്ച് അതർ. മാഗ്നറ്റ്സ് എന്ത് ചെയ്യുന്നു? പരസ്പരം അട്രാക്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഇപ്പം മാഗ്നറ്റ്സ് ഏതെങ്കിലും ഒരു പിന്നെ സബ്സ്റ്റൻസ് കൊണ്ടുവന്നിട്ട് മാഗ്നറ്റ്സിൻ്റെ അടുത്ത് വെച്ച് അത് അട്രാക്ട് ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ. അതായത് ഇപ്പം നമ്മളൊരു പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട്, ഇഫ് യു ടേക്ക് എ പ്ലാസ്റ്റിക് ആൻഡ് ഇറ്റ് ക്ലോസ് ടു ദ മാഗ്നറ്റ്, ഇത് അട്രാക്ട് ചെയ്യുമോ? ഇല്ല, അത് ഒരിക്കലും അതെന്ത് ചെയ്യത്തില്ല. ഇറ്റ് ഡസൻ അട്രാക്ട്. ഇതൊരിക്കലും എന്ത് ചെയ്യത്തില്ല? അട്രാക്ട് ചെയ്യില്ല അല്ലേ. സോ അപ്പോൾ എന്താണ്? അപ്പം നമുക്ക് മാഗ്നറ്റ്സിനെ കുറിച്ച് വി ആർ ഗോയിങ് ടു ലേൺ മോർ അബൌട്ട് ദ മാഗ്നറ്റ്സ് ഇൻ ദി ചാപ്റ്റർ. ഒരുപാട് മാഗ്നറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്താണ്? ഇപ്പം നിങ്ങൾ അയൺ എന്ന് കേട്ടിട്ടുണ്ട്, കൊബോൾട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടോയ് കാർ മുതൽ അല്ലേ, ഫ്രം ദ ടോയ് കാർ മുതൽ അപ് ടു ട്രെയിൻസ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വി യൂസസ് ദ മാഗ്നറ്റ്സ്. അപ്പം ടോയ് കാർ മുതൽ നമ്മൾ പിന്നെ എന്താണ്, ടോയ്സ് പോലുള്ള സാധനങ്ങളിലൊക്കെ എന്ത് ഉപയോഗിക്കാറുണ്ട്? മാഗ്നറ്റ്സിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ട്രെയിൻസിൽ വരെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റ്സിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് മാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ? മാഗ്നറ്റ്സ് ആർ ഓഫ് 2 types മെയിൻലി, ദാറ്റ് ഈസ് ദ നാച്ചുറൽ മാഗ്നറ്റ്സ്. ഏതൊക്കെ മാഗ്നറ്റ്സ് ആണ്? നാച്ചുറൽ മാഗ്നറ്റ്സും ഉണ്ട്. ഫസ്റ്റ് വൺ നാച്ചുറൽ മാഗ്നറ്റ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. അപ്പം നാച്ചുറൽ മാഗ്നറ്റ്സും ഉണ്ട്, എന്താണ്, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സും ഉണ്ട്. ദർ ആർ 2 types ഓഫ് മാഗ്നറ്റ്സ് വിച്ച് ആർ ദേ നാച്ചുറൽ മാഗ്നറ്റ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. അപ്പം ഇതാണ്, ഫ്രം ദ നെയിം യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ മാഗ്നറ്റ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നേച്ചറിൽ നിന്ന് തന്നെ കിട്ടുന്ന മാഗ്നറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആർട്ടിഫിഷ്യൽ എന്തായിരിക്കും? അത് നമ്മൾ വി മേക്ക് ദ മാഗ്നറ്റ്സ് ആർട്ടിഫിഷ്യൽ ടെക്നിക്സിലൂടെ നമ്മൾ മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ മാഗ്നറ്റ്സിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആർ യൂഷ്വലി മെയ്ഡ് യൂസിങ് അലോയ് കോൾഡ് അൽനിക്കോ. അപ്പം ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് അൽനിക്കോ എന്ന് പറയുന്നത് എന്താണ്? അൽനിക്കോ എന്ന് പറയുന്ന ഒരു അലോയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് പ്രധാനമായിട്ടും നമ്മൾ നിർമ്മിക്കുന്നത്. അൽനിക്കോ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. ഇതാണ് അൽനിക്കോ. ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് 3 വിച്ച് ആർ ദേ? അലൂമിനിയം, നിക്കൽ ആൻഡ് കൊബാൾട്ട്. അലൂമിനിയവും നിക്കലും കൊബാൾട്ടും, അങ്ങനെ 3 എന്താണ് മെറ്റൽസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അലൂമിനിയം, നിക്കൽ ആൻഡ് കൊബാൾട്ട്. അപ്പോൾ അലൂമിനിയത്തിൻ്റെയും നിക്കലിൻ്റെയും കൊബാൾട്ടിൻ്റെയും ഒരു മിക്സ്ചർ ആണെന്ന് പറയുന്നത് അൽനിക്കോ ഈസ് എ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. അൽനിക്കോ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണ്. ആൻഡ് ദ കമ്പോണൻറ്റ് മെറ്റൽസ് ആർ അലൂമിനിയം, കൊബാൾട്ട് ആൻഡ് നിക്കൽ. അൽനിക്കോ എന്ന് പറയുന്ന പേരിൽ തന്നെ AL മീൻസ് അലൂമിനിയം, Ni മീൻസ് നിക്കൽ, CO മീൻസ് കൊബാൾട്ട്. Okay, so that is the alnico. Alnico is an example of alloy of an artificial magnet. Artificial magnet ഉണ്ടാക്കുന്ന അലോയിലുള്ള 3 എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 3 മെറ്റൽസ് ഏതൊക്കെയാണ്? അലൂമിനിയം, നിക്കൽ ആൻഡ് കൊബാൾട്ട്. അപ്പോൾ അതാണ് 3 കമ്പോണൻറ്റ് മെറ്റൽസ് എന്ന് പറയുന്നത് അൽനിക്കോ. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അൽനിക്കോ എക്സാമിന് ചോദിക്കും. അപ്പോൾ എന്താണ് അൽനിക്കോ? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് അലൂമിനിയം, നിക്കൽ ആൻഡ് കൊബാൾട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. ഓക്കെ, ആൻഡ് മാഗ്നറ്റ്സ് ഒബ്റ്റെയിൻഡ് ഡയറക്ട്ലി ഫ്രം നേച്ചർ ആർ കോൾഡ് നാച്ചുറൽ മാഗ്നറ്റ്സ്. നേച്ചറിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന മാഗ്നറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് എക്സാമ്പിളാണ് മാഗ്നറ്റൈറ്റ്, ലോഡ് സ്റ്റോൺ എന്ന് പറയും. ഏതൊക്കെയാണ് നാച്ചുറൽ മാഗ്നറ്റ്സിന് എക്സാമ്പിൾ? ഏതൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്? ലോഡ് സ്റ്റോൺ, അതുപോലെ തന്നെ മാഗ്നറ്റൈറ്റ്. ഓക്കെ, സോ നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് നാച്ചുറൽ മാഗ്നറ്റ്സ്.
ഓക്കെ. ഇപ്പം വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ മാഗ്നറ്റ്സ്? നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഗെറ്റ്സ് ഡയറക്ട്ലി ഫ്രം ദ നേച്ചർ. നേച്ചറിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നവയാണ് നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലോഡ്സ്റ്റോൺ ആൻഡ് മാഗ്നറ്റൈറ്റ്. ഇപ്പോൾ ലോഡ്സ്റ്റോണും മാഗ്നറ്റൈറ്റും, ലോഡ്സ്റ്റോൺ ആൻഡ് മാഗ്നറ്റൈറ്റ് ആർ ദ എക്സാമ്പിൾസ് ഫോർ നാച്ചുറൽ മാഗ്നറ്റ്സ്. ദെൻ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആർ മെയ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. അപ്പം എന്താണ്, നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുന്ന മാഗ്നറ്റ്സ് ആണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. നമ്മൾ അൽനിക്കോയൊക്കെ പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. സോ സം മാഗ്നറ്റ്സ് നോൺ ടു ആസ് ദ ബേസിസ് ഓഫ് ദ ഷേപ്സ് ആർ ഡെപിക്റ്റഡ് ഓൺ ദ ടേബിൾ. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സിൻ്റെ എന്താണ് ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് ദ ഫസ്റ്റ് വൺ, ഈ മാഗ്നറ്റ് ഏതാണ്? ദിസ് മാഗ്നറ്റ് ഈസ് ബാർ മാഗ്നറ്റ്. ഫസ്റ്റ് മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് മാഗ്നറ്റ്? ഇറ്റ് ഈസ് ദ ബാർ മാഗ്നറ്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എ മാഗ്നറ്റിക് നീഡിൽ. മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മാഗ്നറ്റിക് നീഡിൽ. ദ തേർഡ് വൺ, യു ഷേപ്ഡ് മാഗ്നറ്റ്. തേർഡ് വൺ എന്താണ്? യു ഷേപ്ഡ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഹോഴ്സ് ഷൂ മാഗ്നറ്റ് എന്ന് പറയും കേട്ടോ. യു ഷേപ്ഡ് മാഗ്നറ്റ് ഓർ ദ ഹോഴ്സ് ഷൂ മാഗ്നറ്റ്. യു ഷേപ്ഡ് മാഗ്നറ്റ് ഓർ ഹോഴ്സ് ഷൂ മാഗ്നറ്റ്. ദെൻ റിംഗ് മാഗ്നറ്റ്. നെക്സ്റ്റ് വൺ, റിങ്ങിൻ്റെ ഷേപ്പിലിരിക്കുന്നത് കൊണ്ട് എന്ത് മാഗ്നറ്റ്സ്? റിംഗ് മാഗ്നറ്റ്. ദെൻ ദ ലാസ്റ്റ് വൺ, ഡിസ്ക് പോലെ ഇരിക്കുന്നല്ലേ, അത് ഡിസ്ക് മാഗ്നറ്റ്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് ആർ ദെയർ വിച്ച് ആർ ദേ. പല ടൈപ്പിലുള്ള മാഗ്നറ്റ്സ് ഉണ്ട്. ഏതൊക്കെ മാഗ്നറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? സോ ഇതൊക്കെയായിരുന്നു ബാർ മാഗ്നറ്റ്. നമ്മൾ കോമൺലി നമ്മൾ കാണുന്ന അല്ലെ, എപ്പോഴും നമ്മുടെ കയ്യിലൊക്കെ അവൈലബിൾ മാഗ്നറ്റ് ഇസ് എ ബാർ മാഗ്നറ്റ് ആണ്. ദെൻ മാഗ്നറ്റിക് നീഡിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മാഗ്നറ്റിക് നീഡിൽ. ദെൻ ഹോഴ്സ് ഷൂ മാഗ്നറ്റ് ഓർ യു ഷേപ്ഡ് മാഗ്നറ്റ്. ദെൻ റിംഗ് മാഗ്നറ്റ്, ഡിസ്ക് മാഗ്നറ്റ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് നമുക്കതിന് നെയിം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ഷേപ്പ് വി ഗീവ് ദ നെയിം ഫോർ ദ മാഗ്നറ്റ്. അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ എന്ത് നൽകുന്നു? അതിന് മാഗ്നറ്റിന് പേര് കൊടുക്കുന്നു. ഓക്കെ, ആൻഡ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ദർ ഈസ് എൻ എക്സ്പെരിമെൻറ്റ്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. വാട്ട് ഈസ് ദ എക്സ്പെരിമെൻറ്റ്? എന്താണ് ആ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ, സസ്പെൻഡ് എ മാഗ്നറ്റ് ആസ് ഷോൺ ഇൻ ദ ഡയഗ്രാം ഇൻ സച്ച് എ വേ ദാറ്റ് ഈസ് ഫ്രീ ടു ടേൺ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മാഗ്നറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മാഗ്നറ്റിനെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മാഗ്നറ്റിനെ നമ്മളിങ്ങനെ ഒരു ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഫ്രീ ആയിട്ട് നമ്മൾ സസ്പെൻഡ് ചെയ്യുമ്പം ഇറ്റ് ഓൾവേസ് ലൈസ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിലായിരിക്കും ഇത് ഓൾവേസ് ഇങ്ങനെ കാണപ്പെടുന്നത്? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, സോ ഇഫ് എ മാഗ്നറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ക്യാൻ മൂവ് ഫ്രീലി ലൈക്ക് സസ്പെൻഡിങ് ഇറ്റ്സ് യൂസിങ് എ ത്രെഡ്. ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളൊരു മാഗ്നറ്റിനെ സസ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, യൂസിങ് എ ത്രെഡ് എന്താണ്, ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മാഗ്നറ്റിനെ സസ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് വിൽ അലൈൻ ഇറ്റ്സെൽഫ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും ഇത് അലൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് വിൽ അലൈൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ എർത്ത്, ദാറ്റ് ഇസ് ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? ഇത് അലൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് പ്രോപ്പർട്ടി, അതായത് നമ്മൾ ഫ്രീ ആയിട്ടൊരു മാഗ്നറ്റിനെ നമ്മൾ സസ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഓൾവേസ് ലൈ ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. എപ്പോഴും അത് ഏത് ഡയറക്ഷനിലായിരിക്കും ലൈ ചെയ്യുന്നത്? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അത് ലൈ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് it is south direction. It is because of the magnet possess directional property that a freely moving magnet always align itself in the north south direction. അപ്പം എപ്പോഴും ഒരു നമ്മൾ ഇതിന് ഈ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി. സോ വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി. സോ വാട്ട് ഈസ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി? എന്താണ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? എന്താണ് വാട്ട് ഈസ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി? എന്താ ഡയറക്ഷണൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഒരു മാഗ്നറ്റിന്, ഇഫ് എ മാഗ്നറ്റ് വി എന്താണ്, നമ്മൾ ഒരു മാഗ്നറ്റിനെ നമ്മൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്താൽ എങ്ങനെയായിരിക്കും? ഇത് ഇറ്റ് ഓൾവേസ് ലൈ ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. എപ്പോഴും എങ്ങനെയായിരിക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? ലൈ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡയറക്ഷണൽ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്ഷണൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ മൂവിങ് മാഗ്നറ്റ് ഓൾവേസ് ലൈൻസ് ഇൻ ഇറ്റ്സെൽഫ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. എപ്പോഴും എങ്ങനെയായിരിക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും ഇത് അലൈൻ ചെയ്യുന്നത്. ദ എൻഡ് ഓഫ് ദ മാഗ്നറ്റിക് പോയിന്റ് ദ നോർത്ത്, അല്ലേ?
ഇതിൻ്റെ ഒരു ഭാഗം എങ്ങനെയായിരിക്കും? നോർത്ത് ഡയറക്ഷനിലായിരിക്കും ഉള്ളത്. സോ ഇറ്റ് ഈസ് ദ നോർത്ത് പോൾ. ഈ ഡയറക്ഷൻ എന്ത് പറയുന്നു? ഇതിനെ നോർത്ത് പോൾ എന്ന് പറയുന്നു. ഓക്കെ, സോ ഈ ഡയറക്ഷൻ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? സൗത്തിലേക്കാണ് അല്ലേ? നമ്മളൊരു മാഗ്നറ്റിനെ ഫ്രീ ആയിട്ട് നമ്മൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയായിരിക്കും? ഇത് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അലൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു നോർത്തിലേക്ക് അലൈൻ ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനിലുള്ളതിനെ നമ്മൾ എന്ത് പറയും? നോർത്ത് പോളെന്നും ഇതിനെ എന്തെന്നാണ്? സൗത്ത് പോളെന്നും പറയുന്നു. ഓക്കെ, സോ ദിസ് ഈസ് എ ഡയറക്ഷണൽ പ്രോപ്പർട്ടി. ഈ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്ന പേരാണ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി. ക്ലിയർ ആയെന്ന്? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ക്ലിയർ ആയെന്ന് നോക്കാം. ഓക്കെ, സോ ഇത് നോക്കേ, അതായത് നമ്മളൊരു മാഗ്നറ്റിനെ എടുത്ത് ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഡ് ചെയ്യുമ്പം എന്താണ്? ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും? ഇറ്റ് ഓൾവേസ് അലൈൻ. ഇഫ് എ മാഗ്നറ്റ് ഈസ് ഫ്രീലി സസ്പെൻഡഡ് ഇറ്റ്സ് ഓൾവേസ് എങ്ങനെയാണ്? ലൈൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. ആൻഡ് ദിസ് ഈ നോർത്ത് ഡയറക്ഷനിലെ ഈ പോളല്ലേ, ഇതൊരു ഓരോ പോളുകളാണ് അല്ലേ? ഒരു മാഗ്നറ്റിൻ്റെ 2 പോൾസ് ആണ്. സോ ധ്രുവങ്ങൾ എന്ന് പറയും. സോ ദിസ് ഈസ് ദ നോർത്ത് പോൾ ആൻഡ് ദിസ് ഈസ് ദ സൗത്ത് പോൾ ആൻഡ് ഇറ്റ് ഓൾവേസ് അലൈൻ ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും ഇത് അലൈൻ ചെയ്യുന്നത്. ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് വാട്ട്? ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഡയറക്ഷണൽ പ്രോപ്പർട്ടി എന്നാണ് ഈ പ്രോപ്പർട്ടീനെ പറയുന്നത്. ഓക്കെ, സോ നോർത്ത് പോളും സൗത്ത് പോളും അത് നമുക്കറിയാം. നോർത്ത് പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ N എന്ന് പറയുന്ന സിമ്പിളാണ്, സൗത്ത് പോളിന് S. ഓക്കെ, സോ പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആർ വെരി സ്ട്രോങ്ങർ ദാൻ ദ നാച്ചുറൽ മാഗ്നറ്റ്സ്. നാച്ചുറൽ മാഗ്നറ്റ്സിനേക്കാളിലും എന്ത് സ്ട്രോങ്ങർ ആണ്? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് വളരെ സ്ട്രോങ്ങർ ആണ് അല്ലേ? നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൂടുതലാണ്. ദ സ്ട്രെങ്ത് ഓഫ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഈസ് വെരി ഹയർ ദാൻ ദ നാച്ചുറൽ മാഗ്നറ്റ്സ്. നാച്ചുറൽ മാഗ്നറ്റ്സിനെ സംബന്ധിച്ച് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഫോർ നാച്ചുറൽ മാഗ്നറ്റ്സ്? ഏതൊക്കെയായിരുന്നു? മാഗ്നറ്റൈറ്റ് ആൻഡ് ലോഡ് സ്റ്റോൺ. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ലോഡ് സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട് ലോഡ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ മിസ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. Magnetic properties of substance have been known at the people of ancient times. Ancient times മുതൽ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് എന്ത് ആൾക്കാർക്ക് അറിയായിരുന്നു. So the people known about the magnets from the ancient times. Okay, so in 800 BC a particular mineral discovered in a place named magnesia was found to possess the amazing property. അപ്പം മഗ്നീഷ്യ എന്ന് പറയുന്ന ഏത് ഇയറിലാണ്? 800 BCയിൽ മഗ്നീഷ്യ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയൽ ഡിസ്കവർ ചെയ്തു. ഓക്കെ, സോ ഇതൊരു അമേസിങ് പ്രോപ്പർട്ടി ആയിരുന്നു. ദേ കുഡ് അട്രാക്ട് പീസസ് ഓഫ് അയൺ. അപ്പോൾ ഈ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? മഗ്നീഷ്യ എന്ന് പറയുന്നത് അല്ലേ? മാഗ്നറ്റിസം എന്ന് പറയുന്ന വേർഡുമായിട്ട് വളരെ റിലേറ്റ് ചെയ്യാണ് മഗ്നീഷ്യ. അപ്പോൾ മഗ്നീഷ്യ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? അയണിനെ അട്രാക്ട് ചെയ്യുന്നു എന്ന് ഒരു ഫൈൻഡിങ് കണ്ടുപിടിച്ചു. ഓക്കെ, അയൺസിനെ ഈ മാഗ്നീഷ്യ എന്തിനെ അട്രാക്ട് ചെയ്യുന്നു? അയണിനെ അട്രാക്ട് ചെയ്യുന്നു, ഇരുമ്പിനെ അട്രാക്ട് ചെയ്യുന്നു എന്ന്. കൺസിഡറിങ് ദീസ് ഫീച്ചേഴ്സ് ഓഫ് ദ മിനറൽ ഇറ്റ് വാസ് ഗിവ് ദ നെയിം മാഗ്നറ്റൈറ്റ്. സോ ഈ ഒരു പ്രോപ്പർട്ടീന് ഇത് അയണിനെ അട്രാക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലായി, അതിനെന്ത് പേര് കൊടുത്തു? മാഗ്നറ്റൈറ്റ് എന്ന് പേര് കൊടുത്തു. മാഗ്നറ്റൈറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ വാട്ട്? നാച്ചുറൽ മാഗ്നറ്റ്സ് അല്ലേ? നാച്ചുറൽ മാഗ്നറ്റ്സ് എക്സാമ്പിളാണ് മാഗ്നറ്റൈറ്റ്. വെൻ സസ്പെൻഡഡ് ഫ്രീലി ദിസ് പീസസ് ഓഫ് ദിസ് മിനറൽ വാസ് ഫൗണ്ട് ടു ഇൻഡിക്കേറ്റ് a particular direction, they came to be known as leading stone or lodestone of lodestone. ഓക്കെ, അപ്പം പിന്നീട് എന്ത് ചെയ്തു? ഇത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇത് സസ്പെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ ഇത് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് പോകുന്നു എന്ന് എന്ത് ചെയ്തു? മനസ്സിലായി. അങ്ങനെ ഇതിന് മാഗ്നറ്റൈറ്റ് എന്ന് പേര് ചെയ്തു. പിന്നീട് അതിനെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ലോഡ് സ്റ്റോൺ എന്ന്, അല്ലെങ്കിൽ ലീഡിങ് സ്റ്റോൺ ഓർ ലോഡ് സ്റ്റോൺ എന്ന് അറിയപ്പെട്ടു. അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. മാഗ്നറ്റ്സ് ലൈക്ക് ദീസ് ഫൗണ്ട് ഇൻ നേച്ചർ ആർ നാച്ചുറൽ മാഗ്നറ്റ്സ്. അപ്പോൾ ഇതുപോലെ നേച്ചറിൽ കാണപ്പെടുന്ന മാഗ്നറ്റ്സ് ആണ് നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ എക്സാമ്പിൾ ഫോർ നാച്ചുറൽ മാഗ്നറ്റ്സ്? ഏതൊക്കെയായിരുന്നു എക്സാമ്പിൾ? നാച്ചുറൽ മാഗ്നറ്റ്സിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? ലോഡ് സ്റ്റോൺ ആൻഡ് മാഗ്നറ്റൈറ്റ്. ലോഡ് സ്റ്റോണും മാഗ്നറ്റൈറ്റും ആണ് അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നീട് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡയറക്ഷണൽ പ്രോപ്പർട്ടി പറഞ്ഞു. മാഗ്നറ്റ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്ഷണൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ദ മാഗ്നറ്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ലോ. അതായത് നമ്മൾ എന്താണ് ലൈക്ക് പോൾസ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ലൈക്ക് പോൾസ്? ഇപ്പം നോർത്ത് ഇത് ലൈക്ക് പോൾസ് ആണ്, അല്ലെങ്കിൽ സെയിം പോൾസ് ആണ് അല്ലേ? നോർത്ത് പോളും എന്ന് പറഞ്ഞാൽ എന്താ? സെയിം പോൾസ് അല്ലേ? നോർത്ത് പോളും എന്ന് പറഞ്ഞാൽ സെയിം പോൾസ് ആണ്. സൗത്ത് പോളും എന്ന് പറയുന്നത് എന്താണ്? സെയിം പോൾസ് ആണ്. ബട്ട് നോർത്ത് സൗത്ത് അല്ലേ? നോർത്ത് സൗത്ത് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അത് ഓപ്പോസിറ്റ് പോൾസ് അല്ലെങ്കിൽ
അൺലൈക്ക് പോൾസ് ആണ്. അപ്പോൾ ഈ ഒരു ലോ എന്ന് പറയുന്നത് ലൈക്ക് പോൾസ് ഓൾവേസ് അട്രാക്റ്റ്. ലൈക്ക് പോൾസ് എന്ത് ചെയ്യത്തില്ല, അട്രാക്റ്റ് ചെയ്യില്ല. ലൈക്ക് പോൾസ് എന്ത് ചെയ്യത്തില്ല, അട്രാക്റ്റ് ചെയ്യില്ല. അൺലൈക്ക് പോൾസ് എന്ത് ചെയ്യുന്നു, അട്രാക്റ്റ് ചെയ്യുന്നു. അൺലൈക്ക് പോൾസ് എന്ന് പറയുമ്പം നോർത്ത് സൗത്ത് എന്ന് പറയുന്നത് എന്താണ്, അൺലൈക്ക് പോൾസ് ആണ്. അപ്പോൾ അൺലൈക്ക് പോൾസ് എന്ന് പറയുന്നത് എന്താണ്, അത് അട്രാക്റ്റ് ചെയ്യില്ല. അൺലൈക്ക് പോൾസ് എന്ന് പറയുന്നത് എന്താണിത്, അൺലൈക്ക് പോൾസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യത്തില്ല, ഇത് അട്രാക്റ്റ് ചെയ്യില്ല. അൺലൈക്ക് പോൾസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യത്തില്ല, അട്രാക്റ്റ് ചെയ്യത്തില്ല. ലൈക്ക് പോൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലൈക്ക് പോൾസ് എന്ന് പറയുന്നത് എപ്പോഴും അട്രാക്റ്റ് ചെയ്തിരിക്കും. ഓക്കെ, സോ ഇൻ ദിസ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് ദ ഡയറക്ഷണൽ പ്രോപ്പർട്ടി and also the like poles always it doesn't attract. Like poles എന്ത് ചെയ്യില്ല, അട്രാക്റ്റ് ചെയ്യില്ല. അൺലൈക്ക് പോൾസ് അതായത് നോർത്ത് സൗത്തും ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, in the next class we will learn more about this chapter. Now we can wind up. Thank you. Assalamu alaikum.